ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ യേശു കർത്താവ് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാര്യം, അതായത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തി, അഥവാ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നതിന് വേണ്ടിയുള്ള ആ വലിയ ഒരു പ്രോജക്റ്റിൽ അനിവാര്യതയായ വീണ്ടെടുപ്പിൻ്റെ പല പടികൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ അവൻ സ്നേഹിച്ചു. അവൻ്റെ സ്നേഹം അവൻ സൃഷ്ടിയിൽ പ്രകടമാക്കി. എന്നാൽ വീണ്ടെടുത്തപ്പോൾ ആ സ്നേഹം ആർദ്രതയായി നമ്മിലേക്ക് അവൻ്റെ കരുണ ഒഴുകി. എന്ന് തന്നെയല്ല, ആ കരുണ പ്രയോഗത്തിൽ വന്നു. മൂന്നാമതെന്താണ്? അവൻ ഇറങ്ങി വന്നു. അവൻ ഇറങ്ങി വന്ന് നമ്മളെ ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, അവൻ നമ്മളെ അടുത്തതായിട്ട് നമ്മൾ കാണുന്ന നാലാമതായിട്ട് നമ്മളെ വിടുവിച്ചു. കാര്യം ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാണ്? കുറച്ച് ഉപദേശം തന്നേച്ച് പോകാൻ വേണ്ടിയൊന്നുമല്ല, വിടുവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിടുവിക്കാൻ വേണ്ടി അവൻ്റെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവൻ്റെ രക്തം കൊടുത്ത് എന്താണ്? അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും ആളുകൾ ചോദിക്കും, രക്തം ആർക്കാണ് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാകും. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആർക്ക് കൊടുത്തു? അത് പിശാചിന് കൊടുത്തോ, ദൈവത്തിന് കൊടുത്തോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവിടെ. പക്ഷേ വേദപുസ്തകം പറയുന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങി. വേദപുസ്തകം പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അദൃശ്യ ലോകത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് എന്താണെങ്കിലും പിശാചിൻ്റെ അടുത്ത് കൊണ്ടുപോയി രക്തം കൊണ്ട് നിന്നാ പിടിച്ചോ രക്തം എന്ന് പറഞ്ഞ് കൊടുത്തെന്നുള്ള വിശ്വാസമൊന്നും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നെ നിഷ്കളങ്കനായി നിർത്തണമെങ്കിൽ ഞാൻ ചെയ്ത പാപങ്ങൾ കൊണ്ട് ഞാൻ എന്ത് കടപ്പെട്ടിരുന്നു? അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, പിശാചിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോയാലും പിശാചെ ഞാൻ നിൻ്റെ വകയാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ഒരു നോട്ട് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എൻ്റെ ഓണർഷിപ്പ് നിനക്കാണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തൊരു നോട്ട് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവൻ എപ്പോൾ വേണമെങ്കിലും പറയാം, ഇവൻ അത്ര നിഷ്കളങ്കനൊന്നുമല്ല, ഇവൻ എനിക്ക് എഴുതി തന്നാണെന്ന് പറയാം. പക്ഷേ കർത്താവ്, നമ്മൾ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് സമയമുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പക്ഷേ പല മെസ്സേജസിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഈ നമ്മൾ എഴുതി കൊടുത്ത നോട്ട് അവൻ വിലയ്ക്ക് വാങ്ങിച്ചു എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത്, 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവൻ അത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ പിശാചിന് എൻ്റെ മേൽ യാതൊരു അവകാശവും ഇല്ലാതെ വണ്ണം, പിശാചിന് നാളെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരാൻ കഴിയാതിരിക്കേണ്ടതിന്. അതുകൊണ്ട് രക്തം പിശാചിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അത് തന്നെ ഒരു ഉദാഹരണത്തിൽ നമുക്കൊരു ഉപദേശം ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു ഉദാഹരണത്തിൽ നിന്നല്ല നമ്മൾ ഉപദേശം ഉണ്ടാക്കുന്നത്. പക്ഷേ ദൈവനീതിയെ നിർവഹിക്കുവാൻ വേണ്ടി ആവശ്യമായതെല്ലാം, എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി നിർത്താൻ ആവശ്യമായതെല്ലാം യേശു കർത്താവ് നിർവഹിച്ചു. അതവൻ്റെ രക്തം കൊടുത്ത് അവനത് നിർവഹിച്ചു. ആർക്ക് കൊടുത്തെന്നുള്ളതല്ല, രക്തം. പക്ഷേ അവൻ അതിന് വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് വേദപുസ്തകം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്ത്? നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വെള്ളി, പൊന്നെ മുതലായ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടത്രേ. ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവ് മിസ്രയീമ്യരെ വിടുവിക്കുന്ന സമയത്തും അവിടെയും കുഞ്ഞാടിൻ്റെ രക്തം ഒരു വിഷയമായിട്ട് തന്നെ വരുന്നുണ്ട്. അതിപ്പോൾ ഫറവോന് കൊണ്ട് കൊടുത്തെന്നുള്ളതല്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. എന്ത്? ഫറവോൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേല്യരെ വിടുവിക്കുവാൻ വേണ്ടിയുള്ള ഡീലിൽ പലപ്പോഴും ദൈവത്തിന് ഫറവോനുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതുപോലെ എന്നെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി യേശുവിന് പിശാചുമായി പല ഡീല് നടത്തേണ്ടി വരുന്നുണ്ട്, പല പ്രാവശ്യവും. അതാരും പിശാച് യേശുവിൻ്റെ മുകളിലായിട്ടൊന്നുമല്ല. പക്ഷേ നീതിയോടും നിഷ്കളങ്കതയോടും കൂടെ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കണമെങ്കിൽ ഒരു ട്രേസ് പോലും അവിടെ ബാക്കിയില്ലാത്ത നിലയിൽ, അതായത് പിശാചിൻ്റെ കയ്യിൽ എൻ്റെ യാതൊരു ട്രേസും ബാക്കിയില്ലാത്ത നിലയിൽ അവനൊരു പൂർണ്ണമായ വിടുതൽ ആവശ്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വില കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക്, ശരിക്കും ആ വാക്ക് നമ്മൾ ഗ്രീക്ക് ഭാഷയിൽ തന്നെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു പടയാളിയെ അല്ലെങ്കിൽ ഒരു തടവുകാരനെ, ഇപ്പം ഇന്ത്യയിൽ നിന്ന് നമ്മളിപ്പം സബ്ജജിത് സിംഗ് എന്ന് പറയുന്ന ആളെ തടവുകാരനാക്കിയിരുന്ന കഥയൊക്കെ നമ്മളിപ്പോൾ അറിയാമല്ലോ. എന്നിട്ട് അയാൾ അവിടെ വെച്ച് മരിച്ച സംഭവമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുകയാണ്, ഇയാളെ വിട്ടു തന്നേക്കാം, വിട്ടു തരികയാണെങ്കിൽ ഇത്ര രൂപ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കുന്നത്, യെസ്, പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കും. കാര്യം എങ്ങനെയും
ഒരു ഇന്ത്യൻ പൗരനെ വിടുവിക്കണമെന്നുള്ളതാണ് ഇന്ത്യയുടെ ആഗ്രഹം. അല്ലാതെ അവനവിടെ അതൊരു രാഷ്ട്രത്തിൻ്റെ കാര്യമാണ്. എന്നാൽ ഈ വാക്ക് തന്നെയാണ്, അതായത് മോചനദ്രവ്യം കൊടുത്ത ഒരു തടവുകാരനെ വിടുവിക്കുന്ന അതേ വാക്കാണ് അവൻ വില കൊടുത്ത് നമ്മെ വാങ്ങി എന്ന് പറഞ്ഞിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. മോചനദ്രവ്യം കൊടുത്ത് റാൻസം പേ ചെയ്യുന്നതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് പിശാചിന് വില കൊടുത്തോ ഇല്ലയോ എന്നുള്ള പ്രസക്തിയൊന്നുമില്ല. പക്ഷേ കർത്താവ് വില കൊടുത്തിട്ടാണ് പിശാചിൻ്റെ തടവറയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റിയത്. അത് മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ. അപ്പോൾ ദൈവം സ്നേഹിച്ചു, ദൈവം കരുണ കാണിച്ചു, ദൈവം ഇറങ്ങി വന്നു, വില കൊടുത്ത് എന്നെ വിടുവിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് അവൻ എന്നെ വില കൊടുത്ത് വിടുവിച്ചത്? ഇത്രയും വലിയ വില കൊടുത്ത് എന്നെ വിടുവിച്ചത് എന്തിനാണ്? വീണ്ടെടുത്ത് അവിടെയാണ് പിന്നെ വീണ്ടെടുപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. വില കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കെട്ട് പൊട്ടിയിട്ട് മാത്രമേ എന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഹി സെറ്റ് അസ് ഫ്രീ ഫ്രം ദ പവർ ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? അവൻ വില കൊടുത്തിട്ട് എന്നെ വിടുവിച്ചു. പക്ഷെ വിടുവിച്ചത് കൊണ്ട് മാത്രം വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നില്ല. കാര്യം എനിക്ക് വേണമെങ്കിലും അവിടെ തുടരാം, ഇല്ലേ? കാര്യം ഇപ്പോൾ പിശാചിന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ എനിക്ക് ഒരു പക്ഷേ വെളിച്ചത്തേക്കാളധികം ഇരുളിനെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടെടുപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി പിന്നീട് വരികയാണ്. കർത്താവ് എന്തിനു വേണ്ടിയാണ് ഇത്രയും വില കൊടുത്ത് എന്നെ വീണ്ടെടുത്ത് കൊണ്ടുവന്നത്? ഇപ്പോൾ രണ്ട് രീതിയിൽ, രണ്ട് തരത്തിലുള്ള തടവുകാരുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് വേണ്ടതായ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ തടവുകാരനാണെന്ന് വെച്ചാൽ മറ്റൊരു സ്ഥലങ്ങളിലാണെന്ന്, അവനെ വിടുവിക്കാൻ വേണ്ടി നമ്മൾ പണം കൊടുത്താണെങ്കിൽ എങ്ങനെയാണെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുകയും ഫ്രീ ആക്കുകയുമാണ്. ഇൻഫാക്ട് ഇറ്റ് ഈസ് ഫ്രീഡം. എന്നാൽ അതേസമയം ഇവിടെ നിന്ന് വലിയ കുറ്റം ചെയ്തിട്ട്, സപ്പോസ് നാട് വിട്ടുപോയ ഒരു കുറ്റവാളി, നമുക്ക് ഇന്ത്യയിൽ ഒത്തിരി പേരുണ്ട് അങ്ങനെ. ഇന്ത്യയിൽ എന്തെങ്കിലും മനുഷ്യനെ കൊന്നേച്ചും ഭീകരവാദം നടത്തിയിട്ടും ഒക്കെ ഇന്ത്യ വിട്ടുപോയിട്ടുള്ള ഒത്തിരി പേര് ഉണ്ട്. ഇപ്പോൾ ഡേവിഡ് ഹെഡ്ലി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള പല ആളുകളെ ഇന്ത്യ മടക്കി കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നു. എന്തിനാണ് മടക്കി കൊണ്ടുവരുന്നത്? ഇവിടെ കൊണ്ടുവന്ന് സ്വീകരണം കൊടുക്കാനാണോ? അല്ല. എന്തിനു വേണ്ടിയാണ്? ഇവിടെ കൊണ്ടുവന്ന് ശിക്ഷിക്കാനാണ്, ഇല്ലേ? അപ്പോൾ ഇയാളെ മടക്കി കൊണ്ടുവരുന്നത് തന്നെ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ വന്നിട്ട് അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വേണ്ടിയാണ്. എന്നാൽ യേശു പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി തൂക്കിക്കൊല്ലാനല്ല. അതായത് ഞാൻ ദൈവത്തെ നിഷേധിച്ച് ഇറങ്ങിപ്പോന്നതാണ്. അതിന് പ്രതികാരം ചെയ്യാനല്ല യേശു എന്ത് ചെയ്യുന്നത്? എന്നെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്നത്. അവിടെയാണ് ഈ വീണ്ടെടുപ്പിലെ മറ്റൊരു ആസ്പെക്റ്റ് നമ്മൾ കാണുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ നമ്മളെ വീണ്ടെടുക്കാൻ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ അവന് വിരോധമായി എന്തെല്ലാം ചെയ്തോ അതെല്ലാം അവൻ ക്ഷമിച്ചിരുന്നു. അപ്പം ക്ഷമ എന്ന് പറയുന്നത്, അതായത് അവൻ സ്നേഹിച്ചു, അവൻ മനസ്സലിവുള്ളവനായി തീർന്നു, കരുണ കാണിച്ചു, അവൻ ആ കരുണയുടെ പ്രതിഫലനമായിട്ട് ഇറങ്ങി വന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ശിക്ഷിക്കാൻ കൊണ്ടുപോവുകയല്ല. വിടുവിച്ചപ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. കൊലോസ്യർ 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു, ഇല്ലേ? ചട്ടങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്ന് നമ്മൾ കാണുന്നു, ഇല്ലേ? അപ്പോൾ നമ്മളെ വീണ്ടെടുക്കുന്നതിന് ഉള്ള പ്രഥമ പടിയായി അവൻ എന്ത് ചെയ്തു? ഇതുവരെ നമ്മൾ ചെയ്ത സകല പാപങ്ങളെയും അവൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ അവനോട് ക്ഷമിച്ചു. കാര്യം ക്ഷമ നടന്നില്ലെങ്കിൽ നമ്മളെ വിടുവിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്യന്തികമായി മനസ്സിൽ കർത്താവിന് ആഗ്രഹമുള്ള എന്താണ്? എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കണം, ഞാനുമായിട്ടുള്ള സംസർഗമാണ്. അപ്പോൾ ആ സംസർഗം സാധ്യമാകണമെങ്കിൽ ക്ഷമ നടന്നാലേ പറ്റുള്ളൂ. ആ ക്ഷമയും ഒരു ഹ്യൂമൻ വേയിലുള്ള ഒരു ക്ഷമ മാത്രം പോരാ. നമ്മളൊക്കെ ക്ഷമിച്ചു എന്ന് പറയുമ്പോഴും പിന്നെയും സംസർഗമൊന്നും നടക്കത്തക്ക രീതിയിലുള്ള ആ ക്ഷമയല്ല പലപ്പോഴും നമ്മൾ പറയുന്നതല്ല. ചിലപ്പോൾ ആളുകൾ പറയുന്ന ക്ഷമയോതിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. എനിക്ക് ആരോടൊന്നുമില്ല, എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചാൽ. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും
എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നോടൊക്കെ അങ്ങ് പറഞ്ഞു കളയും. അതായത് അവിടെ നമ്മുടെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും വിട്ട് കളഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അന്ന് നീ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും 35 കൊല്ലം മുമ്പത്തെ കാര്യമൊക്കെ പറയാൻ തുടങ്ങും. നമ്മൾ പെട്ടെന്ന് ഹിസ്റ്റോറിക്കലാകും. നമ്മളെ ഇല്ലേ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. പണ്ട് ഒരു കൊച്ചു ചെറുക്കൻ, അവന് വീട്ടിലെ കുറച്ച് ചുമ്മാ കളിച്ച് നടന്ന കൂട്ടത്തിൽ ഇവൻ കല്ലെടുത്തെറിഞ്ഞ കൂട്ടത്തിൽ ആ വീട്ടിലൊരു താറാവുണ്ടായിരുന്നു. ആ താറാവിന് അറിയാതെ കല്ല് കൊണ്ടതാണ്, ആ താറാവ് അങ്ങ് ചത്തുപോയി. അപ്പോൾ ഇവൻ ചിന്തിച്ചു, എന്തോ മിണ്ടാതിരിക്കാൻ വേണമെങ്കിൽ ഇവൻ താറാവുമല്ല പിടഞ്ഞ് ചത്തത് വല്ലതാണെന്ന് ചിന്തിച്ചോളും. പക്ഷേ ഇവൻ ചിന്തിച്ച് അങ്ങനല്ലല്ലോ, എൻ്റെ അപ്പനോട് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ലല്ലോ. ഇവൻ ചെന്നിട്ട് പറഞ്ഞ്, പപ്പ ഇതാ സംഭവിച്ചത്, ഞാൻ കല്ലെടുത്തെറിഞ്ഞ് അങ്ങനെ കല്ല് കൊണ്ടതാ, എന്നോട് ക്ഷമിക്കണം. അപ്പൻ കുറച്ചൊക്കെ പറഞ്ഞു, ശരി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല. പിന്നെ ഇവൻ മുറ്റത്തോട് ഇറങ്ങുമ്പോഴെല്ലാം പറയും, എടാ പണ്ടത്തെ പോലെ കല്ലെടുത്തെറിഞ്ഞ് താറാവിനെ കൊന്നക്കല് കേട്ടോ. പിന്നെ ഇവൻ്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, താറാവിനെ കൊന്നതുപോലെ ഇനി കൊന്നേക്കരുത്. ഞാൻ പറഞ്ഞു, പപ്പായും ദൈവമായിട്ട് വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് പപ്പ എന്നോട് ക്ഷമിച്ചോ എന്ന് ചോദിച്ചാൽ ക്ഷമിച്ചു, പക്ഷെ പപ്പ മറന്നില്ല. പക്ഷെ ദൈവം അങ്ങനല്ല. ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മറന്നിരിക്കും. അവൻ്റെ ക്ഷമ അങ്ങനെയാണ്. അവൻ്റെ ക്ഷമയ്ക്കകത്ത് പിന്നീടൊരു ഓർമ്മയില്ല. കാരണം സംസർഗം നടത്തുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംസർഗം ശരിയാകത്തില്ല. എൻ്റെ കഴിഞ്ഞകാല പാവങ്ങളൊക്കെ കർത്താവ് ഓർത്തുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നും അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ദൈവസന്നിധിയിലിട്ട് ധൈര്യത്തോടൊന്ന് കയറി ചെല്ലാൻ പറ്റുന്നത്, ഇല്ലേ? പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? വൺസ് യു ആർ ഫോർഗിവൻ, ഇറ്റ് ഈസ് ഫോർഗോട്ടൺ. ഒരിക്കൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടാൽ അത് മറക്കപ്പെട്ടിരിക്കുകയും കൂടെയാണ്. അത് ദൈവം പിന്നീട് എന്ത് ചെയ്യുന്നില്ല, ഓർത്ത് വയ്ക്കുന്നില്ല. കാര്യം അവൻ്റെ ക്ഷമയുടെ പ്രത്യേകത, അത് എത്ര വലിയ പാപമാണെങ്കിലും എത്ര വലിയ തെറ്റാണെങ്കിലും, കാര്യം അവൻ ആ പാപത്തെ ക്ഷമിക്കാൻ വേണ്ടി വലിയൊരു വില കൊടുത്തല്ലോ, ഇല്ലേ? അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, അല്ലാതെ കടപ്പാട് കൊണ്ടോ കടമ കൊണ്ടോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്. അത്രയ്ക്കും സ്നേഹം എന്നോടുണ്ടെങ്കിൽ കടപ്പാടിന് അപ്പുറത്തുള്ള സ്നേഹമുണ്ട്. കടപ്പാട് എന്നുള്ളതല്ല. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ നമ്മൾ സ്നേഹമനുസരിച്ച് സ്നേഹിക്കുന്നവർ നമ്മൾ വേദോസം തന്നെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, അല്ലേ? തികഞ്ഞ സ്നേഹം, നന്നായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഭയം നമുക്ക് ഇല്ല. പാപമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ ഭയം നഷ്ടപ്പെട്ട് ഭയമില്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. കാര്യം അത്രയ്ക്കും വാം വെൽക്കമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റോറി. ഒരു 16 വയസ്സുള്ളൊരു പെങ്കൊച്ച്, അവളുടെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്ന ഒരു സീനിയർ സ്റ്റുഡൻറ്റുമായിട്ട് പ്രണയത്തിലായി. സാധാരണയൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം വീട്ടുകാർ പറഞ്ഞു, മോനെ കുഞ്ഞെ അത് ശരിയല്ല, അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് പിള്ളേരല്ലേ, 16 വയസ്സുള്ള പിള്ളേരുടെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ. അവൾ ചിന്തിച്ചു ഇതാണ് സ്വർഗമെന്ന്. അതുകൊണ്ട് ഇവൾ ഈ ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യാതെയായിപ്പോയി. അവൻ ഈ പെണ്ണിനെയും കൊണ്ട് നേരെ സിറ്റിയിലോട്ടങ്ങ് പോയി. സിറ്റി പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഭയങ്കര ട്രാപ്പിൽ ഈ കൊച്ചിനെ പെടുത്തുകയായിരുന്നു. ഇതല്ലേ ഇവിടെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളുമാണല്ലോ. അത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്ന ഒരു സംഭവം കൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിപ്പം നമ്മുടെ ചുറ്റുപാടും എല്ലാം, പണ്ടൊക്കെ അമേരിക്കയിലെ ഉദാഹരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പം നമ്മുടെ അയൽവക്കത്തെ ഉദാഹരണമായിട്ടോ നമ്മുടെ വീട്ടിലെ ഉദാഹരണമായിട്ടൊക്കെ പറയേണ്ടി വരുന്നുണ്ട്. പണ്ടൊക്കെ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയായിരുന്നു അതൊക്കെ അമേരിക്കയിൽ. ഈയിടെ ആണ്ട് പറയുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ ഡിവോഴ്സ് കുറഞ്ഞു വരികയാണെന്ന്. ഡിവോഴ്സ് ഇല്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ ഡിവോഴ്സ് കുറവാണെന്ന്. കല്യാണം നടന്നിട്ട് വേണമല്ലോ, കല്യാണം തന്നെ നടക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ ഡിവോഴ്സിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അതൊക്കെ അമേരിക്കയിൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ഇന്ത്യയിലും അതുണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു അതൊക്കെ ജാതികളുടെ ഇടയിൽ. എന്നാൽ ജാതികളുടെ ഇടയിൽ തന്നെയല്ല, ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതൊക്കെ സമുദായക്കാരുടെ ഇടയിൽ. പക്ഷേ ഇപ്പം വന്ന് ഇതൊന്നും സമുദായക്കാരുടെ ഇടയിലൊന്നും അല്ല, നമ്മുടെ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇത് പടർന്നു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഉദാഹരണമൊക്കെ പറയുമ്പോൾ അമേരിക്കയിലെന്ന് പറയുന്നത് നമ്മൾ ദൂരെയാണെന്നൊന്നും ചിന്തിക്കേണ്ട. ഇത് ഇന്നിപ്പം എല്ലായിടും ഒരുപോലെ ആയി വന്നിരിക്കുന്ന, ആപ്ലിക്കബിൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് നടന്നൊരു കാര്യമാണ്. 16-year-old ഗേൾ, 16 വയസ്സുള്ള കൊച്ച്. ആ കൊച്ച് ഈ ചെറുക്കൻ്റെ കൂടെ പോയി. പക്ഷേ അവൻ അവളെ ശരിക്കും യൂസ് ചെയ്യുമായിരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെ വിൽക്കാൻ തുടങ്ങി. ഇവക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി. പിന്നെ ഫൈനലി വാട്ട് ഹാപ്പൻ, ഷീ വാസ് അഫ്ലിക്റ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് ഡിസീസസ്. അസുഖങ്ങളായി, നിങ്ങൾക്കറിയാം. അവളെ ആർക്കും വേണ്ടാതായി. കടത്തിണ്ണകളിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ കടത്തിണ്ണകളിൽ, ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇന്നൊക്കെ ഒത്തിരി റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യയിലാണെങ്കിലും ഇങ്ങനൊരു കാര്യം ഉണ്ടായ പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ഇടപെടാനും NGOs ഒക്കെ ഉണ്ട്. അന്ന് ഇത് ഞാൻ പറയുന്നത് ഇയേഴ്സ് ബാക്ക്, മേ ബി 60-70 ഇയേഴ്സ് ബാക്ക് അന്നുണ്ടായിരുന്നൊരു കഥയാണ്, പണ്ട് വായിച്ചൊരു കഥയാണ്. 60 ഇയേഴ്സ് ബാക്ക് ഓർ മോർ ദൻ ദാറ്റ്. എന്നിട്ട് ഈ പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ട സമയത്ത് ധൂർത്തുപുത്രൻ ഉണ്ടായതുപോലെ ഇവക്കൊരു ചിന്തയുണ്ടായി, ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന വല്ല കാര്യമുണ്ടോ, അവളുടെ കുടുംബത്തെക്കുറിച്ചുള്ള വലിയൊരു ചിന്തയുണ്ടായി. അവൾ അന്ന് ടെലിഗ്രാമേ ഉള്ളൂ, അന്ന് ഈ ഫോണും ഒന്നുമില്ല, ടെലിഗ്രാം മാത്രമേ ഉള്ളൂ. ഫോണൊക്കെ കോമൺ ആകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അവളുടെ വീട്ടിലേക്ക് ടെലിഗ്രാം ചെയ്തു ഡാഡിക്ക്. അവൻ പറഞ്ഞു, ഇതാണ് എൻ്റെ സ്റ്റേജ്. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഒത്തിരി അഫ്ലിക്റ്റഡ് ആണ്, എനിക്ക് ആരുമില്ല, എനിക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന ദിവസം രാത്രി 9 മണിക്ക് നമ്മളുടെ ജംഗ്ഷനിൽ വരുന്ന ബസ്സിൽ ഞാൻ വരും. എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ നിൽക്കുന്ന അവൾക്കറിയാവുന്ന, അവളുടെ അധികം വർഷങ്ങളായിട്ടില്ലല്ലോ, അവിടുത്തെ ആ ഓക്ക് മരത്തിൽ ഒരു വെള്ളക്കൊടി നാട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങും, ഇല്ലെങ്കിൽ ഞാൻ ആ ബസ്സിൽ ഇറങ്ങത്തില്ല. കാര്യം എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ബസ്സിൽ തന്നെ അങ്ങ് തിരികെ പോകും എന്നിങ്ങനെ പറഞ്ഞു. ആ ദിവസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ ഈ സ്ഥലത്ത്, അവളുടെ ഒരു വില്ലേജ്, അധികം ആൾക്കാരൊന്നും ഉള്ള ഒരു, നോട്ട് എ സിറ്റി, ഇവളുടെ സിറ്റിയിലാണ് ഇപ്പോൾ, പക്ഷേ ഇവളുടെ വീടെന്ന് പറയുന്ന ഒരു വില്ലേജിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ ആഘോഷമൊക്കെയാണ്. അപ്പോൾ അവൾ ഇന്നെന്താ ഇങ്ങനെ സെലിബ്രേഷനൊക്കെ, ഉത്സവം വല്ലതും അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാളോ അങ്ങനെ വല്ലതും ആണെന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോഴത്തേക്ക് വലിയ ബാൻഡ് മേളവും കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സും മറ്റേത് മറിച്ചതും എല്ലാം, ആൾക്കാരെല്ലാം ഡാൻസും. അത് കഴിഞ്ഞിട്ട് ഇവൾ ഈ ഓക്ക് മരത്തിലേക്ക് നോക്കി. അതാണ് അവൾക്ക്, മറ്റേതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നോക്കിയപ്പോഴത്തേക്ക് അവൾ ഒരു കൊടി ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ മരം മുഴുവൻ കൊടിയാണ്, വെള്ളക്കൊടി നാട്ടിയിരിക്കുകയാണ്. ആ മരം മുഴുവൻ കൊടി നാട്ടിയിരിക്കുകയാണ്. അവൾ ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവളുടെ ബസ് വന്ന് നിന്നത് കണ്ടുകൊണ്ട് അവളുടെ അപ്പൻ ഓടി വന്ന് ഇവളെ കെട്ടിപ്പിടിച്ചിട്ട് അവളെ ചോദിച്ചു, എന്താ അപ്പം ഈ ഇത്രയും കൊടികൾ? എന്നെ പറഞ്ഞ, മോളെ, ഒരു കൊടി നാട്ടിയിട്ട് നീ കാണാതെ പോയാലോ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു കൊടി നാട്ടിയിട്ട് നീ കാണാതെ പോയാലോ എന്ന് വെച്ച് ഞങ്ങൾ ഈ മുഴുവൻ മരങ്ങളും കൊടികൾ നാട്ടിയതാണ്. അവൾ ചോദിച്ചു, ഈ ആഘോഷമൊക്കെയോ? അത് നീ വരുന്നതിൻ്റെ സന്തോഷത്തിൽ ഈ ഗ്രാമം മുഴുവൻ നിന്നെ എതിരേൽക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ചു, അല്ലാതെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ശിക്ഷിക്കാൻ വേണ്ടിയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് നേരത്തെ ചെയ്യാമായിരുന്നു, അല്ലേ? പക്ഷെ ദൈവം അങ്ങനൊരു ദൈവമല്ല. ശിക്ഷിക്കാനുള്ള കാര്യമെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാനുള്ള സകല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ നമ്മളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ശിക്ഷിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നതല്ല. പിന്നെ ഒന്നും ഓർക്കുന്നില്ല, പിന്നെ അതിനെക്കുറിച്ച് മറന്നു പോവുകയാണ്. ഞാൻ ഈ ധൂർത്തുപുത്രൻ്റെ ഉപമ വായിക്കുമ്പോഴും പെട്ടെന്ന് ഓർക്കുന്നതായ ഒരു കാര്യമുണ്ട്. എന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ നമുക്ക് ആ കഥ അറിയാം. എന്നാൽ ആ പിതാവ് അവനെ സ്നേഹിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ സംഭവത്തിന് ശേഷം നടക്കുന്ന 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കഥ അറിയാവുന്നുള്ള ഞാൻ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. 24-ാമത്തെ വാക്യത്തിൽ 15-ാമത്തെ അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഇത് പിതാവും അവൻ്റെ ജോലിക്കാരും എല്ലാം കൂടെ എന്ത് ചെയ്തു? ആനന്ദിച്ചു തുടങ്ങി. 25-ാം വാക്യത്തിൽ സംഭവിക്കുന്നത് അറിയാമോ? അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരൊരുത്തനെ വിളിച്ച് ഇതെന്തെന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കിടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ നിന്റെ മകൻ വന്നപ്പോഴോ തടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഈ ഭാഗം വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ച് ഈ അപ്പനും മോനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൻ എന്ത് ചെയ്തു? മകൻ നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഈ യഹൂദന്മാരായ ആളുകൾ, അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും 40 വയസ്സ് കഴിഞ്ഞ ഒരു യഹൂദൻ പരസ്യമായിട്ട് ഓടത്തില്ല, നോർമലി ഓടത്തില്ല. അതായത് മാന്യന്മാരായ യഹൂദന്മാർ പരസ്യമായിട്ട് ഓടത്തില്ല. കാര്യം അതാണ് കള്ളത്തരം കാണിച്ചിട്ട് ഓടുന്നത് പോലെ. ഇപ്പം പിള്ളേർ വഴി കൂടെ ഓടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല. എന്നാൽ ഞാൻ ഈ വഴി കൂടെ എന്താണ് ഓടിപ്പോകുന്ന കണ്ട് നിങ്ങളെ കാണാതെ ഇതിലെ സ്റ്റെപ്പൊക്കെ ചാടി ഇറങ്ങി മറിഞ്ഞ് ഓടി പോവുകയാണെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു നീന്തിക്കും ഇല്ലേ? നാച്ചുറലി സംശയം അല്ലേ? സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഈ അപ്പൻ ഈ മോനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതായത് അയാളുടെ നാണംകേടുമല്ല, അയാളങ്ങ് മറന്നുപോയി. കാര്യം മകനോടുള്ള സ്നേഹത്തിൻ്റെ ആ ആധിക്യത്തിൽ നാട്ടുകാരെന്തോ ചിന്തിക്കുമെന്നൊന്നും അവൻ ആലോചിക്കുന്നില്ല. അത്രയ്ക്ക് സ്നേഹം. അവൻ്റെ കഴിഞ്ഞകാല കഥകളൊന്നും ചോദിക്കുന്നില്ല. എന്തെങ്കിലും ചോദിച്ചോ? വന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു സംഭവിച്ചത്? ഒരു റിപ്പോർട്ട് തന്നാട്ടെ, നിങ്ങൾ ക്ഷമിക്കണം വേണ്ട എന്നുള്ള ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ റിപ്പോർട്ടെല്ലാം കൂടെ ചോദിച്ചോ? ഇല്ല. അവൻ പറഞ്ഞു, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നേരത്തെ ഇവൻ പല കാര്യങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് വന്നതാണ്. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ഇതൊക്കെ കാണാതെ പഠിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് എല്ലാം ആലോചിച്ചുകൊണ്ട്, ഫാദർ ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു ആൻഡ് ഹെവൻസ് ഐ എം നോ മോർ വർതി ടു ബി കോൾഡ് ആസ് യുവർ സൺ, കൺസിഡർ മീ ആസ് എ സെർവൻറ്റ് ഓഫ് യുവേഴ്സ് എന്നെല്ലാം കാണാതെ പഠിച്ചു വന്നതാണ്. പക്ഷേ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവസാനത്തെ വാക്ക് പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അപ്പം ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിലൊരുത്തിനെ പോലെ ആക്കണമെന്ന് അവൻ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനു മുമ്പ് തന്നെ അപ്പൻ വാ കയറി പൊത്തിപ്പിടിച്ച് പറഞ്ഞു, നോ മൈ സൺ, യു ആർ മൈ സൺ. അതൊക്കെ വിടുമോനെ, നീ കൂലിക്കാരനെ ഒരുത്തിനെ പോലെ അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട. യു ആർ മൈ സൺ, നീ എൻ്റെ മകനാണ്. അത്രയ്ക്ക് സ്നേഹം. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ദൈവം നമ്മുടെ ഓരോന്നിനെ ലിസ്റ്റ് വെച്ചൊന്നും കർത്താവ് ചോദിക്കുന്നില്ല. അങ്ങനൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു. ക്ഷമിക്കുക മാത്രമല്ല, അവൻ എങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള ലിസ്റ്റ് എഴുതി സൂക്ഷിച്ചില്ല. അവൻ മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതെല്ലാം എഴുതി വെച്ചിരുന്നത്. പക്ഷെ മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞകാല കാര്യങ്ങളെല്ലാം എന്തു ചെയ്തു? മറന്നു കളഞ്ഞു. പക്ഷേ മോൻ അതായത് ഇവൻ്റെ സഹോദരൻ മറന്നില്ല. സഹോദരൻ എന്ത് ചെയ്യുന്നു? അവൻ പഴയതെല്ലാം ഓർപ്പിക്കുകയാണ്. അവൻ എന്താ പറയുന്നത്? വേശ്യമാരോടുകൂടെ നിൻ്റെ മുതൽ തിന്നുകളഞ്ഞ നിൻ്റെ ഈ മകൻ വന്നപ്പോഴോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വേശ്യമാരുടെ കൂടെ പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്ത് പോലുമില്ല. കാര്യം അതൊന്നും മോളി പറഞ്ഞിട്ടില്ല. മോളി പറഞ്ഞിട്ടുണ്ടോ ഇവൻ വേശ്യമാരുടെ കൂടെ പോയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ ആകപ്പാടെ എഴുതിയിരിക്കുന്നത് ഇവൻ്റെ മുതൽ നാനാവിധമാക്കി കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും അവൻ വേശ്യമാരുടെ പോയി ഇവനെ സ്പൈ വർക്ക് നടത്തി. എനിക്കറിയത്തില്ല എന്തോ ഈ അനിയൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് നോക്കി നടക്കായിരുന്നു ഇവൻ. അല്ലെങ്കിൽ ഇവൻ കള്ളക്കഥ ഉണ്ടാക്കിയതാണ്. അങ്ങ് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കും. നമ്മൾ പല ആളുകൾ എല്ലാം കള്ളന്മാരാണ്, എല്ലാം കള്ളന്മാർ, ചുമ്മാ കഥ ഉണ്ടാക്കുന്ന ആളുകൾ. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമാശയാണ്. ഒരു ദിവസം ഞാൻ പിതാവിനെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് പഠിക്കുന്നു, സാജു സിനിമ കാണാറുണ്ടോ? ഇവിടെ തിയേറ്ററിൽ സിനിമ കാണാൻ പോകും? ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ. ഇല്ലേ? എന്നാൽ ഞാൻ അയാളോടൊന്ന് ചോദിക്കട്ടെ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പാസ്റ്റർ ഇദ്ദേഹത്തോട് പറഞ്ഞു, സാജു അവിടെ സിനിമയൊക്കെ കണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നേരെ ഇദ്ദേഹം ചെന്ന് ചോദിച്ചു, പാസ്റ്റർ കണ്ടോ സാജു സിനിമയ്ക്ക് പോകുന്നത്? പാസ്റ്റർ എന്താ അത് ചോദിക്കുക, അത് അങ്ങനെ പറയാൻ കാര്യം എന്ന് ഇദ്ദേഹം ചെന്ന് ചോദിച്ചു. അദ്ദേഹം ഭയങ്കര സങ്കടമായിപ്പോയി എന്നെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അത് അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? ചങ്ങനാശ്ശേരി തന്നെ 4 തിയേറ്റർ, കോട്ടയത്ത് 6 തിയേറ്റർ, ആ ചെറുക്കൻ കാശുള്ള ചെറുക്കനുമാണ്. ഇതെല്ലാം കൂടെ കണക്കൂട്ടിയാണ്. അതായത് അവന് പൈസ ഉള്ള ചെറുക്കൻ തിയേറ്റർ അടുത്തുണ്ട്, അവൻ സിനിമ കാണാതിരിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തോ ആണ് ഗതിന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി പാസ്റ്റർ എന്താ സിനിമ കാണാത്തതെന്ന്. കാശില്ല, അത്രയുള്ള കാര്യം. അപ്പം
സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാ പാപവും ചെയ്തു കളയും എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലെ ചിന്താഗതി. അതുകൊണ്ട് ഇവൻ വേശ്യമാരോടെ പോയോ ഇല്ലയോ എന്നോ നമുക്കറിയില്ല. പക്ഷെ അവൻ പറയുന്നു, വേശ്യമാരോടുകൂടെ നിൻ്റെ മുതൽ തിന്നു കളഞ്ഞതായ ഈ നിൻ്റെ മകൻ വന്നപ്പോൾ. അപ്പൻ പറഞ്ഞു, അപ്പൻ എന്നാ പറയുന്നറിയാമോ? മോനെ, അതൊന്നും എനിക്കറിയില്ല. അപ്പൻ പറയുന്നതാണ്, എനിക്കതൊന്നും അറിയില്ല. അവൻ എതിരെ പോയി, അവൻ ആരുടെ അടുത്ത് പോയി, ഇതൊന്നും ഞാൻ കണക്കെഴുതി വെച്ചിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, അവൻ മരിച്ചവനായിരുന്നു, അവന് ജീവനുണ്ട്, അവനിപ്പോൾ ജീവനുണ്ട്. അതായത് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവ് നോക്കുന്നത് ഇപ്പം നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ്. അല്ലാതെ കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം കർത്താവ് എന്ത് ചെയ്യുന്നു? മായ്ച്ചു കളയുകയാണ്. അവൻ അവിടെ, നിൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. എനിക്കൊറ്റ കാര്യമേ അറിയത്തുള്ളൂ, അവൻ അന്ന് വേശ്യയിലൂടെ പോയോ കാശ് കളഞ്ഞോ ഇതൊന്നും എനിക്കറിയില്ല. കാര്യം അവൻ അന്ന് എങ്ങനെയുള്ളവനായിരുന്നു? അവൻ മരിച്ചവനായിരുന്നു. അവൻ മരിച്ചവനായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ തിരക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അവനിപ്പം ജീവനുണ്ട്. വാസ്തവത്തിൽ അതാണ് ആവശ്യം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചെന്നുള്ളതല്ല, ഇപ്പോൾ നമ്മൾ മരിച്ചിരുന്നപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തെന്നുള്ളതല്ല, ജീവൻ പ്രാപിച്ചിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയകാല പാപങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നു? എല്ലാം കർത്താവ് മറന്നു കളയുന്നു. ജ്യേഷ്ഠൻ ഓർത്തെന്നിരിക്കും, ഓർപ്പിച്ചെന്നും ഇരിക്കും. ഈ സഭയിലെ ജ്യേഷ്ഠന്മാർ തന്നെ പലപ്പോഴും പഴയതൊക്കെ ഓർത്തിരിക്കുന്ന ഒത്തിരി ചേട്ടന്മാർ സഭയ്ക്കകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെയൊക്കെ ഓർത്തിരിക്കുന്ന അനേക ജ്യേഷ്ഠന്മാർ സഭയ്ക്കകത്തുണ്ട്. ഓർപ്പിച്ചുകൊണ്ടും ഇരിക്കും അവരില്ല. പഴയ ചരിത്രമൊക്കെ ഓർപ്പിച്ചുകൊണ്ട് ഇരിക്കും. എന്നാൽ പിതാവ് അങ്ങനെയല്ല. പിതാവ് നമ്മുടെ പാപത്തിൻ്റെ കണക്ക് എഴുതി വയ്ക്കുന്നില്ല. അവൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു, എനിക്ക് പഴയ കഥയൊന്നും കേൾക്കണ്ട. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കുക. അപ്പൻ പറയുന്നത്, എടാ നീയുടെ പാട്ട് പാടാന്നാണ് പറയുന്നത്. ആകയാൽ ആനന്ദിച്ച് നന്ദി. നീ ഇങ്ങനെ വീടിൻ്റെ പുറത്ത് നിന്ന് മുഖം വീർപ്പിച്ചിരിക്കുന്നതിന് പകരം ഇങ്ങോട്ട് കയറി വാ. മരിച്ചുപോയ മനുഷ്യൻ അനിയൻ ജീവിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്യാണ്? പുറത്ത് പോയി, ഇതുവരെ വീടിനകത്ത് ഇരുന്നപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ്. ആ സഭയിലോട്ട് എനിക്ക് വരണ്ട, ഇങ്ങനെയുള്ളവനെയൊക്കെ കയറ്റുന്ന സഭയിലോട്ട് അല്ലേ, അവിടെ എനിക്ക് വേണ്ട. അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ മാറ്റിയിട്ട് ഇപ്പോഴവൻ എന്ത് ചെയ്തെന്ന് നോക്ക്. ഇപ്പോൾ അവൻ ജീവിക്കുകയാണെങ്കിൽ വന്ന് അവൻ്റെ കൂടെ ഒരു പാട്ട് പാട്, അവൻ്റെ കൂട്ടത്തിൽ അവൻ്റെ കയ്യെ പിടിച്ചൊന്ന് തുള്ളിച്ചാട്. കാര്യം അവൻ മരിച്ചിരുന്നതല്ലേ, അവൻ ജീവിച്ചില്ലേ, അവൻ മടങ്ങി വന്നില്ലേ, ആഘോഷിക്ക്. അവർ പറയുന്ന വാക്കതാണ്, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്വർഗം ഒരു സെലിബ്രേഷൻ്റെ സ്ഥലമാണ് പ്രിയമുള്ളവരെ. സ്വർഗം കുറ്റം പറയുന്ന ഒരു സ്ഥലമല്ല. സ്വർഗം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം വീർപ്പിച്ചിരിക്കുന്നവരുടെ കൂട്ടായ്മയല്ല. സ്വർഗത്തിൽ എന്താ ഉള്ളത്? ആഘോഷമാണ്. സ്വർഗത്തിൽ എൻ്റെ കുറ്റപത്രം എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പാവങ്ങളെല്ലാം കൂടെ ലിസ്റ്റ് എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല സ്വർഗത്തിൽ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം, അത് സഭയിൽ എഴുതി വെക്കാൻ പാടില്ല. എൻ്റെ കഴിഞ്ഞകാല പാവങ്ങൾ, ഞാൻ പറയുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം, എൻ്റെ കഴിഞ്ഞകാല പാവങ്ങളുടെ ലിസ്റ്റെല്ലാം കൂടെ എന്താണ് എംബോസ് ചെയ്ത് ഫ്രെയിം ചെയ്ത് കെട്ടിത്തൂക്കിയിടേണ്ട കാര്യമൊന്നും ഇല്ല. ദാറ്റ് ഈസ് ഓവർ. അത് ടോട്ടലി പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ആഘോഷം മാത്രമാണ്. അത് ആ കയ്യെഴുത്ത് കർത്താവ് മായ്ച്ചു കളഞ്ഞു. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് ക്രൂശിൽ തറച്ച് മായിച്ച്, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ്റെ രക്തം കൊണ്ട് ആ പാപങ്ങളുടെ ലിസ്റ്റെല്ലാം ഒപ്പിയെടുത്തുന്ന. അതായത് ഇനിയിപ്പോൾ, അതായത് ഇതൊരു ഡീ ഇങ്കിങ് പ്രോസസ്സ് പോലെയാണ്. ശരിക്കും പേപ്പറൊക്കെ റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക്, ന്യൂസ് പ്രിൻ്റൊക്കെ റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്, ഡീ ഇങ്കിങ് എന്ന് പറയും. അതുകൊണ്ടാണ് റീസൈക്കിൾ ചെയ്ത പേപ്പറും വൈറ്റ് ആയിരിക്കുന്നത്. അല്ലാതെ പത്രക്കടലാസ് ഇട്ട് അരച്ചേച്ച് അതുകൊണ്ട് കടലാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും വൈറ്റ് ഷീറ്റ് കിട്ടത്തില്ല. ആ വൈറ്റ് ഷീറ്റ് കിട്ടാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഇത് അരയ്ക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സുണ്ട്, അതിനകത്തെ കംപ്ലീറ്റ് കാർബണും വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്, ഡീ ഇങ്കിങ് എന്ന് പറയും. ഈ ഡീ ഇങ്കിങ് നടത്തി കഴിഞ്ഞാൽ നമ്മളൊരു പത്രം നോക്കുമ്പോഴത്തേക്ക് വായിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അവത്തിൽ കാർബൺ കൊണ്ട് അടിച്ചിരിക്കുന്നത് കൊണ്ടാണ്, ഇല്ലേ, മഷി കൊണ്ട് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ആ മഷി ഇങ്ങനെ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വൈറ്റ് ഷീറ്റാണ്. ദെയർ ഇസ് നത്തിങ്, വേറെ ഒന്നുമില്ല.
അപ്പോൾ ഇന്നലെ എന്ത് എഴുതിയെന്നുള്ളത് പോലും നമുക്കറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ മണ്ടയ്ക്ക് ചുമ്മാ റബ്ബറിട്ട് മായ്ച്ചൊന്നുമല്ല, അതിനെ ഇങ്ക് ചെയ്തിരിക്കുകയാണ്, മൊത്തമായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിരിക്കുകയാണ്. ഇതുപോലെ യേശു കർത്താവ് എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളുടെ ലിസ്റ്റ് അവൻ്റെ രക്തം കൊണ്ടിങ്ങി വലിച്ചൊപ്പിയെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ രക്തം ഒഴികെ വേറെ ഒന്നും കാണാനില്ല. എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് അവിടെ ഇല്ല. ലിസ്റ്റുണ്ട്, പക്ഷെ അവത്തിലൊന്നുമില്ല. ഇറ്റ് ഈസ് എ വൈറ്റ് ഷീറ്റ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് യു സീ ഓൺലി ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ രക്തം ഒഴികെ വേറെ ഒന്നും അതിനകത്ത് കാണാനില്ല. അതുകൊണ്ട് പിശാചിന് ഇനിയിപ്പം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പിശാചിന് ഒരിക്കലും ഇതുകൊണ്ട് അവൻ ഇന്ന പാപമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഓഫ് കോഴ്സ് എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളുടെ ലിസ്റ്റ് അവൻ്റെ കയ്യിലിരിക്കുകയായിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് എന്ത് ചെയ്തു? ഇത് വാങ്ങിച്ച് മായിച്ച് തൻ്റെ രക്തം കൊണ്ടത് ഒപ്പിയെടുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആ ക്രൂശിൽ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് ഇനി വായിക്കാൻ നോക്കിയാൽ പിശാചിനത് വായിക്കാൻ കഴിയില്ല. വായിച്ചിട്ട് വേണമല്ലോ എന്ന് പറയാനായിട്ട്. പിശാചിന് വായിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, ഇനിയിപ്പോൾ ദൈവം അത് വായിക്കത്തുമില്ല. പിശാചിന് വായിക്കാൻ കഴിയില്ല, ദൈവം അതിന് വായിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്, ചട്ടങ്ങൾ മായിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്. ചട്ടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. ആരും പഠിക്കരുത് ന്യായപ്രമാണം ദൈവം കാൽവറി ക്രൂശിൽ നീക്കിക്കളഞ്ഞെന്നോ തറച്ചു കളഞ്ഞെന്നോ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്താണ് വായിച്ചത്, അല്ലാതെ ന്യായപ്രമാണം അല്ല വായിച്ചത്. അത് പഠിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ന്യായപ്രമാണം കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മായിച്ചു കളഞ്ഞു, ഇനിയിപ്പം ന്യായപ്രമാണം ഇല്ല എന്ന്. അല്ല, ന്യായപ്രമാണം അല്ല കാൽവറി ക്രൂശിൽ തറച്ചു കളഞ്ഞത്. എന്താണ് തറച്ചു കളഞ്ഞത്? ന്യായപ്രമാണത്താൽ എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റാണ്. എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് എനിക്ക് വിരോധമാകുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് എനിക്ക് വിരോധമാകുന്നത് ഇവിടെ ഒരു നിയമമുള്ളത് കൊണ്ടാണ്. കൊല ചെയ്യരുത് എന്നുള്ള നിയമം ഇല്ലെങ്കിൽ ഞാനൊരുത്തരെ കൊന്നാലും എന്നെ ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല, ഇല്ലേ? കൊല ചെയ്യരുത് എന്നുള്ള നിയമമുള്ളത് കൊണ്ടാണ് എന്നെ നിയമത്തിന് അല്ലെങ്കിൽ ഒരു നീതിന്യായ കോടതിക്ക് ശിക്ഷ വിധിക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ ഇസ് എ ലോ. അപ്പോൾ പാപം ചെയ്യുന്നവന് ലോ വിരോധമാണ്. ലോ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. ലോ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ മാനമര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ലോ, നിയമം, ഇന്ത്യയിലെ നിയമം, അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് വെച്ചോ, ഇന്ത്യൻ ശിക്ഷാ നിയമം. ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരെയും ശിക്ഷിക്കാൻ വേണ്ടിയുള്ളതല്ല, നിയമം തെറ്റിക്കുന്നവനെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. നിയമം അനുസരിച്ച് നടക്കുന്നവനത് രക്ഷയാണ്. ഇതുപോലെയാണ് ന്യായപ്രമാണം. ന്യായപ്രമാണം അനുസരിക്കുന്നവനത് അത് രക്ഷയും, ന്യായപ്രമാണം തെറ്റിക്കുന്നവനത് ശിക്ഷയുമാണ്. എന്നാൽ എൻ്റെ കുറ്റപത്രം വെച്ച് എന്നെ കുറ്റം വിധിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ എൻ്റെ കുറ്റപത്രം ദൈവം മായിച്ചു കളഞ്ഞാൽ അതിനർത്ഥം നിയമം മായിച്ചെന്നല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഞാനൊരു വലിയ കൊലപാതകം ചെയ്തു, എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് വയ്ക്കുക. അപ്പോൾ എൻ്റെ കുറ്റപത്രം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റുന്നത്, ഇല്ലേ? ആ വധശിക്ഷയ്ക്ക് വിധിച്ച ശിക്ഷാവിധിയുടെ, എൻ്റെ കുറ്റപത്രത്താൽ എനിക്കുള്ള ശിക്ഷാവിധിയുടെ നോട്ട് ഞാനൊരു ദയാഹർജി പ്രസിഡൻറ്റിന് കൊടുത്തു. പ്രസിഡൻ്റ് ഇത് നോക്കിക്കഴിഞ്ഞിട്ട് എനിക്കൊരു പാർഡൻ നോട്ട് അയച്ചു തന്നു. ഇയാളുടെ കുറ്റം ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു. അതാണല്ലോ പാർഡൻ നോട്ട് എന്ന് പറയുന്നത്. ഇയാൾ കുറ്റം ചെയ്തു, പക്ഷേ ആ കുറ്റം ഞാൻ എന്ത് ചെയ്തു? ഇയാൾ ചെയ്ത കുറ്റം ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു. കുറ്റം ഞാൻ കൊലപാതകം ചെയ്തു, എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ച എന്നെ പ്രസിഡൻറ്റ് ദയ തോന്നിയിട്ട് എൻ്റെ വധശിക്ഷ ക്യാൻസൽ ചെയ്താൽ, കൊല ചെയ്യരുത് എന്നുള്ള ഇന്ത്യയുടെ നിയമം ക്യാൻസലായെന്നാണോ അർത്ഥം? അല്ല. അതുപോലെ ന്യായപ്രമാണം യേശു ക്യാൻസൽ ചെയ്തെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മഹാബദ്ധത്തിലേക്കാണ് ചെന്ന് ചാടുന്നത്. ന്യായപ്രമാണം തെറ്റിച്ച് നടന്ന എന്നെ നരകത്തിലേക്ക് വിടാൻ വേണ്ടി ഒരുക്കി വച്ചിരുന്ന എൻ്റെ കുറ്റപത്രം, അല്ലെങ്കിൽ എൻ്റെ ശിക്ഷാവിധി, അതാണ് അവൻ ക്യാൻസൽ ചെയ്തത്. ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നതിൻ്റെ കാരണം,
യേശു ന്യായപ്രമാണം ക്യാൻസൽ ചെയ്തിട്ടില്ല. അവൻ തന്നെ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. അതുകൊണ്ട് കാൽവറി ക്രൂസിൽ അവൻ നടുവിൽ തറച്ച് നീക്കിക്കളഞ്ഞത് ന്യായപ്രമാണമല്ല, ചട്ടങ്ങളല്ല, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്താണ് മായ്ച്ചു കളഞ്ഞത്. ദ ബോണ്ട്, ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹി ക്യാൻസൽ ദ ബോണ്ട് എന്നാണ്. ഞാൻ പാപം ചെയ്യുമ്പോൾ ഞാൻ പിശാചിൻ്റെ വകയാണെന്ന് ഞാൻ എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ പിശാചിൻ്റെ കയ്യിൽ അതില്ല. അതുണ്ടായിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പിശാചിന് എൻ്റെ മേൽ അവകാശവാദം മുഴക്കാമായിരുന്നു. പക്ഷെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് അത് വാങ്ങിച്ചു. വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. എന്താണ് ആയുധവർഗം വെപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെതിരെ പിശാചിനുണ്ടായിരുന്ന ഏക ആയുധം എന്നറിയാമോ? എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ്. അല്ലാതെ എന്തോന്ന്, അവൻ കൊമ്പും കാലും കൊണ്ടൊന്നും വന്ന് എന്നെ തൊഴിക്കാനൊന്നും വലുത്തൊന്നുമില്ല. ആകെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് അവൻ്റെ കയ്യിലില്ല. കാര്യം അതെന്താ? കാൽവറി ക്രൂശിൽ യേശു അതിനെ തറച്ച് അവൻ്റെ രക്തം കൊണ്ട് അതിനെ ഒപ്പിയെടുത്തു. ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ട് പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും എൻ്റെ പിന്നാലെ വരാനായിട്ട് കഴിയില്ല. കാരണം അവൻ്റെ കയ്യിൽ എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റില്ല. എൻ്റെ കുറ്റപത്രം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ദ ബോണ്ട് ക്യാൻസൽ ചെയ്തു. ബോണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുത്തൻ കടക്കാരനാണെങ്കിലും ബോണ്ട് എഴുതി കൊടുക്കുകയാണെന്ന് വെച്ചു, എന്താ സംഭവിക്കുന്നത്? കടം വീട്ടിൽ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? ബോണ്ട് വാങ്ങിച്ച് കീറി കളയുന്നത് പോലെ, അത് നള്ളിഫൈ ചെയ്യുന്നത് പോലെ. ഇനിയിപ്പോൾ അതുകൊണ്ട് ക്രിസ്തേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സോ അത് മായ്ച്ചു കളഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് പിശാചിന് വായിക്കാൻ കഴിയില്ല. ദൈവം ഒട്ട് വായിക്കത്തുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാല പാപങ്ങൾ വെച്ച് ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഹരാസ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. കാരണം മടങ്ങി വരുന്നത് മകനായിട്ടാണ്. മകനായിട്ട്, ഫാദർ ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് യു ആൻഡ് ഹെവൻസ്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറത്ത് പറയാനിരുന്ന കാര്യമുണ്ട്. എന്താ? നിൻ്റെ കൂലിക്കാരിലൊരുത്തനെ പോലെ എന്നെ ആക്കണമേ. അത് പറഞ്ഞു പോലുമില്ല. അതിനു മുമ്പേ തന്നെ പിതാവ് പറഞ്ഞു, നോ, നീ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത് നീ കൂലിക്കാരനായിട്ടല്ല, നീ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നത് മകനായിട്ടാണ് എന്നുള്ളതാണ്. മകനായിട്ട്. അതിനായിട്ട് ദൈവം ചെയ്ത ആദ്യത്തെ കാര്യമാണ് നമ്മളുടെ പാപങ്ങളെ അവൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു കളഞ്ഞു. എന്നാൽ പാപക്ഷമ കൂടാതെ മറ്റൊന്നുകൂടെ ചെയ്തു. ഇത് ഞാനൊന്ന് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർഗിവിങ്, ഹി വാസ് നോട്ട് ജസ്റ്റ് ഫോർഗിവിങ് അവർ സിൻ, പാപമോചനവും അവൻ നടത്തി. പാപക്ഷമയും പാപമോചനവും. നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് ഞാൻ വിശദമാക്കാനായിട്ട് പരിശ്രമിക്കും. എന്താണ് പാപക്ഷമയും പാപമോചനവും തമ്മിലുള്ള വ്യത്യാസം? 6ാമത്തെ കാര്യമാണ്. 1, അവൻ സ്നേഹിച്ചു. 2, അവൻ കരുണ കാണിച്ചു. 3, അവൻ ഇറങ്ങി വന്നു. 4, ഹി സെറ്റ് അസ് ഫ്രീ, അവൻ നമ്മളെ വിടുവിച്ചു. വിടുവിക്കുക മാത്രമല്ല, അവൻ നമ്മളോട് ക്ഷമിച്ചു. പാപം നമ്മളോട് ക്ഷമിച്ചു. ഇനി അടുത്തത്, പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിൽ നിന്ന് മോചനം തരുന്നു. പാപക്ഷമയും പാപമോചനവും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ നേർവര വരച്ചിട്ട് അതിനകത്ത് 2ആയിട്ട് മാറ്റി നിർത്തുക ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പലപ്പോഴും നമ്മൾ ഈ പാപക്ഷമയെക്കുറിച്ച് ഒത്തിരി പറയുമെങ്കിലും പാപമോചനത്തെക്കുറിച്ച് അധികം നമ്മൾ സംസാരിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പാപക്ഷമയാണ് പാപമോചനം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. എന്താണ് വ്യത്യാസം? തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് ക്ഷമിക്കാം, അതിനർത്ഥം അവർ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്നല്ല. ഗ്ലാഡിസ് സ്റ്റെയിൻസിൻ്റെ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒറീസയിലെ ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ഒരു ജീപ്പിനകത്തിട്ട് ധാരാസിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ചുട്ടുകൊന്നു. സംഭവിച്ച കാര്യമാണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഗ്ലാഡിസ് സ്റ്റെയിൻസുമായിട്ടുള്ള ആ സമയത്ത് തന്നെ, പിറ്റേ ദിവസമല്ല, ആ ആഴ്ചയിൽ തന്നെ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യയുമായി ഉണ്ടായിരുന്നൊരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. That happened, I am sad, but I forgive the people who did it.
അത് സംഭവിച്ചു, എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അത് ചെയ്തവരോട് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ക്ഷമിച്ചിരിക്കുന്നു. ഗ്ലാഡിസ് സ്റ്റെയിൻസ് ധാരാസിംഗിനോട് ക്ഷമിച്ചു. അതിൻ്റെ അർത്ഥം ധാരാസിംഗിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായെന്നോ, അല്ലെങ്കിൽ ഇനി ധാരാസിംഗിന് എന്താണ് ഗ്ലാഡിസ് സ്റ്റെയിൻസിൻ്റെ മനസ്സിൽ ഇനി ധാരാസിംഗ് എന്താ ഒരു തടസ്സം അല്ല. ഷീ ക്യാൻ സീ ദാറ്റ് പേഴ്സൺ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ കാണാൻ കഴിയും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ധാരാസിംഗ് പറഞ്ഞത് ഞാൻ ചെയ്തതിനകത്തൊന്നും എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, ഇനി അവസരം കിട്ടിയാൽ ഇനിയും ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അയാൾക്ക് പാപക്ഷമ കിട്ടി, പക്ഷേ പാപത്തിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടിയിട്ടില്ല. അയാൾ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ധാരാസിംഗിൻ്റെ പാപം മോചിക്കപ്പെട്ടില്ല. പാപക്ഷമ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്, പാപമോചനവും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇത് അതിൻ്റെ അടുത്ത പ്രോസസ്സിൻ്റെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. പാപം ക്ഷമിക്കാതെ പാപം മോചിക്കപ്പെടാൻ കഴിയില്ല. പാപക്ഷമ സംഭവം 32-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എപ്പോഴാണ്? അവനൊരു മാനസാന്തരം ഉണ്ടായി, ഞാൻ ചെയ്തത് പാപമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എൻ്റെ പാപം എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ, ഞാൻ എൻ്റെ പാപം മിണ്ടാതെ ഇരുന്നപ്പോൾ, 3-ാമത്തെ വാക്യത്തിൽ ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്ന് പറയുന്നത് എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു എന്ന് പറയുന്നത് മിണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മൗനമായിരുന്നപ്പോൾ നടത്തത്തില്ലല്ലോ, ഞാൻ എൻ്റെ പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്നപോലെ പറ്റിപ്പോയി, ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ അവൻ, ഞാൻ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അതിനർത്ഥം പാപം മോചിക്കപ്പെട്ട് കഴിഞ്ഞു എന്നല്ല. വി ആർ ഫോർഗിവൻ ബട്ട് വി ആർ നോട്ട് ഫ്രീഡ് ഫ്രം സിൻ. നമ്മൾ പാപം ക്ഷമിക്കപ്പെട്ടു, പക്ഷേ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത് രണ്ടാമത്തെ ഒരു സ്റ്റേജാണ്. ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുമെന്ന് കർത്താവിനോട് ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാപത്തിൻ്റെ കുറ്റവും ക്ഷമിച്ചു തന്നു. പക്ഷേ ഞാൻ നിൽക്കുന്നത് പാപത്തിൻ്റെ ചെളിയിലാണ്, എൻ്റെ കയ്യിൽ പാപമുണ്ട്, ഞാൻ കഴുകൽ പ്രാപിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ പാപത്തിൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞപ്പോൾ മാറി നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? എൻ്റെ പാപത്തിൻ്റെ കുറ്റം കർത്താവ് ക്ഷമിച്ചു തന്നു. എന്നാൽ ആ പാപമോചനത്തിൻ്റെ സ്റ്റേജിൽ വരണമെങ്കിൽ അടുത്ത ഒരു പടിയുണ്ട്. അതാണ് കൊലോസ്യ ലേഖനത്തിൽ പോള് വീണ്ടും പറയുന്ന ഒരു ഭാഗം. കൊലോസിയർ 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പാപമോചനം എന്നുള്ള വാക്ക് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. വീണ്ടെടുപ്പ് എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു തടവുകാരനെ മോചനദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കുന്ന അപ്പോലിട്രോസിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം റാൻസം ഇൻ ഫുൾ എന്നാണ്. റാൻസം അതായത് മോചനദ്രവ്യം മൊത്തമായിട്ട് കൊടുത്തു വീട്ടുന്നതിനെയാണ്, അങ്ങനെ കൊടുത്തു വീണ്ടെടുക്കുന്നതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന മോചനം, റിഡംഷൻ എന്ന് പറയുന്ന വാക്ക്, റിഡംഷൻ. എന്നാൽ വീണ്ടെടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മോചനദ്രവ്യം കൊടുത്ത് പുറത്തു കൊണ്ടുവരുന്നതിനെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പാപമോചനം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അഫേസിസ് എന്ന് പറയുന്നത്, ഞാനിപ്പം ഗ്രീക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല ഇവിടെ, പക്ഷേ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫ്രീഡമാണ്, പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്നാണ്. പാപക്ഷമയല്ല, പാപത്തിൽ നിന്നുള്ള വിടുതൽ. അതായത് പാപത്തിന് എൻ്റെ മേൽ അവകാശമില്ലാത്തൊരവസ്ഥ, പാപത്തിന് എൻ്റെ മേൽ സ്പർശിക്കാൻ കഴിയാത്തൊരവസ്ഥ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, പാപത്തിൽ നിന്നുള്ള വിടുതൽ. ഞാൻ പാപം ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അവനെൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നമ്മുടെ മനസ്സിലെ ഒരു ചിന്തയുണ്ട്, പാപം ചെയ്താൽ അവസാനം നരകത്തിൽ പോകും, അതുകൊണ്ട് കർത്താവ് പാപം ക്ഷമിക്കുമ്പോൾ എന്താണ്? ഫിനിഷ്. അതുകൊണ്ട് ഈ പാപക്ഷമയുടെ ഉപദേശം മാത്രമേ ഈ ചർച്ചിൽ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താ എല്ലാവരും പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം ക്ഷമ, പിന്നെ കൃപയും കൂടെ കയറിയിട്ടുണ്ട്. വെൻ യു ആർ
falling into sin, you are not falling from grace, you are falling into grace. മെത്തപ്പുറത്ത് വീഴുന്ന പോലെ അങ്ങോട്ട് ചെന്ന് വീഴുകയാണ്. എന്തൊരു സൗകര്യമാണ് അല്ലേ? എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പാപക്ഷമ മാത്രമല്ല, എന്താണ്? പാപമോചനവുമാണ്. പാപത്തിൻ്റെ ക്ലച്ചസിൽ നിന്നുള്ള വിടുതൽ വേണം. ദൈവം യേശുവിലൂടെ നമുക്ക് നൽകിയത് പാപക്ഷമ മാത്രമല്ല, പാപം ക്ഷമിച്ചവൻ. പക്ഷെ പാപക്ഷമ കൊണ്ട് കാര്യമില്ല. ഇന്നലെ വരെ ചെയ്ത മുഴുവൻ പാപങ്ങളും എന്നോട് ക്ഷമിച്ചാലും നാളെയും ഞാൻ പാപത്തിൽ വീഴാം. അങ്ങനെ വീണുകൊണ്ടിരിക്കാനാണെങ്കിൽ, എന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ എന്തിനാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്? എങ്ങനെയാണ് നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ? നമ്മൾ ഈ ജഡത്തിൻ്റെ നമ്മൾ ജഡത്തിലല്ലയോ ബ്രദറെ ജീവിക്കുന്നത്? എപ്പോഴും ആളുകൾ ചോദിക്കും, നമ്മൾ ജഡത്തിലല്ലയോ ബ്രദറെ ജീവിക്കുന്നത്? എന്നും ജഡത്തിലല്ലയോ ബ്രദറെ ജീവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നും വൈകുന്നേരം പാപക്ഷമയ്ക്ക് വേണ്ടി പോയി, എന്നും വൈകുന്നേരം പാപക്ഷമയം പ്രാപിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും അതുതന്നെ ചെയ്യാനുള്ള നമുക്കറിയാമല്ലോ. അതാണല്ലോ പിന്നെയും ചെയ്യാൻ. അതിനായി പാപക്ഷമയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ചെല്ലും, ഇന്നും ചെല്ലും, എന്നും ചെല്ലും പാപക്ഷമ. പക്ഷേ എന്തില്ല? പാപത്തിൻ്റെ മേലുള്ള ഒരു വിജയമില്ല, പാപമോചനമില്ല. പാപമോചനമില്ലെങ്കിൽ അത് വളരെ കഷ്ടതയുള്ള, അരിഷ്ടതയുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ്. അത് ക്രിസ്തീയ ജീവിതമല്ല. കാരണം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങളെ മോചിക്കാൻ മാത്രമല്ല, പാപങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുവാനാണ്, പാപമോചനം നൽകാനാണ്. അതുകൊണ്ടാണ് ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് തന്നെ ആര് വിടുവിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് ചോദിച്ചിട്ട് ഉടനെ പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അവൻ അത് കഴിയും. അതിനാണ് അവൻ കാൽവറി ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ട് ക്ഷമയെയും മോചനത്തെയും നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം. എല്ലാവരും വന്ന് പറയുന്നതെല്ലാം പാപക്ഷമയെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് ചർച്ചസിൽ വളരെ അത്യാവശ്യമായി പഠിപ്പിക്കേണ്ട കാര്യമാണ് പാപമോചനം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് പാപക്ഷമ, ഫോർഗിവ്നെസ്. രണ്ട് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം, ക്ലെൻസിങ്. അതായത് പാപം, കർത്താവ് അതിൻ്റെ കുറ്റം ക്ഷമിക്കുക മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇന്നലെ ചെയ്ത പാപങ്ങളുടെ കറ ബാക്കിയുണ്ട്. അതിൽ നിന്നുള്ളൊരു ക്ലെൻസിങ്ങൂടെ ആവശ്യമാണ്, ശുദ്ധീകരണം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളുടെ സകല പാപങ്ങളെയും ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം. ക്ഷമിക്കുക മാത്രമല്ല, ശുദ്ധീകരിക്കുക. എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്കൊരു ക്ലെൻസിങ് വേണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന മോഹങ്ങൾ, എന്നെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നതായ എല്ലാ പാപത്തിൻ്റെ കറ എന്നിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനോടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കൊരു ശുദ്ധീകരണം വേണം. അടുത്തത്, എനിക്കൊരു ഫ്രീയിങ്. ഐ നീഡ് ടു സീ ദാറ്റ് ഐ എം ഫ്രീ ഫ്രം സിൻ. എനിക്ക് പാപത്തിൽ നിന്ന് ഒരു വിടുതൽ വേണം. പാപത്തിന് ക്ഷമ മാത്രം പോലെ വേണം? വിടുതൽ വേണം, മോചനം വേണം. ധൂർത്തപുത്രൻ അവൻ പാപത്തിൽ മരിച്ചവനായിരുന്നു, പക്ഷെ അവൻ മടങ്ങി വന്നു. മടങ്ങി വരുന്നവനാണ് പാപക്ഷമ. മടങ്ങി വരുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? പാപക്ഷമ. സകല പാപങ്ങളും ക്ഷമിച്ചിട്ടാണ് അവനെ അതായത് അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ, അപ്പനവനെ കെട്ടിപ്പിടിക്കുമ്പോഴും അവൻ നാറുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അപ്പൻ ഓടി വന്നിട്ട് എന്തുവാടാ നാറുന്നല്ലോ, പന്നിലോട് കിടന്നിട്ട് വരികയാണോ, പോയി കുളിച്ചു വാടാ, ഞാനൊരു ഉമ്മ തരട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അവനെ കയറി കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? ക്ഷമിച്ചു, പാപം ക്ഷമിച്ചു. പക്ഷെ പാപം ക്ഷമിച്ചപ്പോഴും അവനെ നാറുന്നുണ്ട്. പാപം ക്ഷമിച്ചപ്പോഴും അവൻ എന്തുണ്ട്? അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എവിടെ നിന്നിട്ടോണ്ട് വന്നാണ്? പന്നിക്കുട്ടിയിൽ നിന്നിട്ടോണ്ട് വന്ന റാഗ്സ് ആണ് അവൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. പാപം ക്ഷമിച്ചു. പക്ഷേ പാപം ക്ഷമിച്ചിട്ട് അവിടെ മടങ്ങി വന്നതുകൊണ്ടാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു കാര്യമുണ്ട്, മടങ്ങി വന്നതുകൊണ്ടാണ് പാപം ക്ഷമിച്ചത്. മടങ്ങി വന്നില്ലെങ്കിൽ പന്നിക്കുട്ടി കിടക്കുകയായിരുന്നെങ്കിൽ പാഠം നോട്ട് എഴുതി അയച്ചു കൊടുക്കുകയൊന്നുമില്ലായിരുന്നല്ലേ. നമ്മുടെയൊക്കെ ചിന്ത, എനിക്കൊരു വിരോധമില്ല, കർത്താവ് എൻ്റെ പാപം ക്ഷമിക്കുന്നെങ്കിൽ ക്ഷമിച്ചോട്ടെ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു, നിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നു, കടന്നോട്ടെ, നമുക്കൊരു വിരോധമില്ല. യേശുവിനെ നീ സ്വീകരിക്കുന്നു, വന്നോട്ടെ. ആർക്കാണ് പാപക്ഷമ? പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനാണ്. അത് അങ്ങോട്ട് ചെല്ലണം, അവൻ്റെ അടുത്തേക്ക് ചെല്ലണം. പിതാവിൻ്റെ അടുക്കൽ ചെന്ന് അവൻ പ്ലീഡ് ചെയ്യുമ്പോൾ തന്നെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ച എപ്പോഴാണെന്ന് അറിയാമോ? എൻ്റെ ചിന്ത, എൻ്റെ വിശ്വാസം, അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അവന് സുബോധം വന്നിട്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ നശിക്കേണ്ട കാര്യമൊന്നുമില്ല, ഐ എം ലിവിങ് എൻ അബ്സർഡ് ലൈഫ്, ദർ ഇസ് നോ നീഡ് ഫോർ ദാറ്റ്.
അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം തിന്ന് നശിപ്പിക്കുന്നത് ഞാൻ എന്തിനാണ് ശേഷിപ്പിക്കുന്നുണ്ട്? ഞാൻ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? ഐ വിൽ അറൈസ്, I will go to my father and I ask my father that I have sinned against you in heavens and I am no more worthy to be called as your son and consider me as your servant എന്ന് ഇവൻ അവിടുന്ന് പറഞ്ഞു. I will arise, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് പോകും, ഞാൻ എൻ്റെ അപ്പനോട് പറയും, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നത് പറയുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ തന്നെ, നമ്മൾ 32 സങ്കീർത്തനത്തിൽ കാണുന്നതാണ്, ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ പാപം ക്ഷമിച്ചു ഇല്ലേ? എന്നാൽ അപ്പൻ എന്ത് ചെയ്യുന്നില്ല? പാപം ക്ഷമിച്ചപ്പോൾ ഉടനെ ഒരു പാഠനോട്ട് അങ്ങോട്ട് എഴുതി അയച്ചു കൊടുക്കുന്നില്ല. ആ പാപമോചന ചീട്ട് വാങ്ങാൻ അവൻ വീട്ടിൽ മടങ്ങി വന്നാലേ പറ്റൂ. അല്ലാതെ അവൻ അങ്ങോട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്, കാണാതെ പോയ ആടിനെ ഇടയൻ എന്ത് ചെയ്യുന്നുണ്ട്? തേടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കളഞ്ഞു പോയ ദ്രഹ്മപ്പണം ആ സ്ത്രീ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. പക്ഷേ ഇറങ്ങിപ്പോയ മകൻ മടങ്ങി വരാൻ നോക്കിയിരിക്കുക അവൻ. കാര്യം മറ്റേ ആട് കാണാതെ പോയതാണ്. ദ്രഹ്മപ്പണം ചാടിപ്പോയതൊന്നും അല്ല, ദ്രഹ്മപ്പണം പോക്കറ്റിൽ നിന്ന് വീണ് പോയതാണ്. പക്ഷെ ഇവനങ്ങനല്ല, ഇവൻ ഇൻറ്റൻഷനലായിട്ട് എന്ത് ചെയ്തതാ? ഇറങ്ങിപ്പോയതാണോ? മടങ്ങി വരണം. മടങ്ങി വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇറങ്ങിപ്പോയവൻ എന്ത് ചെയ്യണം? മടങ്ങി വരണം. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അവൻ പന്നിക്കൂട്ടി കിടന്നാൽ കരുണയുള്ളവനായ ദൈവം അവൻ്റെ അടുത്തോടി, അങ്ങനല്ല, അതല്ല കാര്യം. അവൻ പന്നിക്കൂട്ടി കിടക്കാനല്ല പിതാവ് ആഗ്രഹിക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. അവനെ ഭവനത്തിൽ മടക്കി വരുത്താനും അവനൊരു ജീവിതം കൊടുക്കാനും ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ പന്നിക്കൂട്ടി കിടക്കുന്ന മകൻ അവന് മനസ്സലിവോടുകൂടെ, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവന് മണിയോർ അയച്ചു കൊടുത്തായിരുന്നെങ്കിലും ജീവിതത്തിൽ മടങ്ങി വരുമോ? ഇനി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ചില പൊതിച്ചോറ് കൊടുത്ത് വിട്ടാലും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ കൊടുത്താൽ പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൻ്റെ ഭവനത്തിൽ ഇവൻ മടങ്ങി വരാൻ കഴിയില്ല. എന്തുകൊണ്ട് ഈ അപ്പൻ അവന് മണി ഓർഡർ അയച്ചു കൊടുത്തില്ല? അവനോടുള്ള ദേഷ്യം കൊണ്ടല്ല. എന്താണെന്നറിയാമോ? അവന് ബെസ്റ്റ് എന്ന് പറയുന്നത് പന്നിക്കൂടല്ല, അവന് ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൻ്റെ ഭവനമാണെന്നുള്ളത് അപ്പനറിയാം. അതുകൊണ്ട് പന്നിക്കൂട്ടിൽ കിടക്കുന്നവന് മണി ഓർഡർ അയച്ചു കൊടുക്കാതിരുന്നത് ദേഷ്യമല്ല, കൃപയാണ്. അല്ലാതെ പന്നിക്കൂട്ടിൽ അവൻ കിടക്കുമ്പോൾ അവന് പണം അയച്ചു കൊടുക്കുന്നതല്ല കൃപ. അവനെ മടക്കരി, അവൻ്റെ ആത്യന്തിക നന്മയാണ് അപ്പൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അല്ലാതെ ദേഷ്യം കൊണ്ടോ ഒന്നും ചെയ്യുന്ന കാര്യമല്ല. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണത്. എന്ത്? പാവമല്ലേ, ഇറങ്ങി പോയതല്ലേ, അങ്ങോട്ട് കൊണ്ട്. അതല്ല ആഗ്രഹം. ആവശ്യം എന്താണ്? അവന് അപ്പൻ്റെ ഭവനമാണ് ആവശ്യം, അല്ലാതെ അവന് ഭക്ഷണമല്ല ആവശ്യം. അപ്പൻ്റെ ഭവനത്തിൽ ഭക്ഷണം ഉണ്ടെന്ന് ശരിയാണ്, പക്ഷേ അപ്പൻ്റെ ഭവനത്തിലെ ഭക്ഷണം പന്നിക്കൂട്ടി കൊണ്ട് കൊടുക്കുന്നത് അവൻ്റെ മടങ്ങി വരവിനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. First of all, he need to understand that he has a father who is waiting for him to accept him, to entertain him, to acknowledge him as his son. അതാണ് മടങ്ങി വരവിൻ്റെ ആവശ്യം എന്ന് ഞാൻ പറയുന്നത്. എന്നാൽ അവൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു. അവനോട് പറയുകയാണ്, അവനോട് പറയുന്നത് ഇങ്ങനെ തിരിച്ചുമല്ല പറയുന്നത്. അവനോട് പറയുന്നില്ല, ഓക്കെ, ഇതുവരെയുള്ള നിൻ്റെ എല്ലാ പാപവും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പൊക്കോ, ഇനിയും പാപം ചെയ്യരുത്, നീ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കോ എന്നാണ് പറയുന്നത്. അല്ല, അപ്പനറിയാം ഇനി അവൻ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഗതി ഇത് തന്നെയാണ്. പാപക്ഷമ മാത്രം മതിയോ? ഇതുവരെയുള്ള നിൻ്റെ എല്ലാ പാപവും ക്ഷമിച്ചിരിക്കുന്നു, നീ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പൊക്കോ, ഇനി പാപം ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇവിടെ വന്നോളാം, ഞാൻ ക്ഷമിച്ചേക്കാം, എപ്പോഴൊക്കെ ഇവിടെ വരുന്നു അന്നേരമൊക്കെ ഞാൻ ക്ഷമിച്ചേക്കാം, പിന്നെ പൊക്കോണം നിൻ്റെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ചിന്ത ഏതാ? പാപം ചെയ്തേച്ച് ക്ഷമയ്ക്ക് വേണ്ടി കർത്താവേ പിതാവേ ക്ഷമിക്കണേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പന്നിക്കൂട്ടോട്ട് പോകും. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് പാപക്ഷമ മാത്രമല്ല, പാപമോചനം, പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ്. അവനോട് പറയുന്നത് അവൻ്റെ പാപം ക്ഷമിച്ചതുകൊണ്ട് അർത്ഥമില്ലാതെ അവൻ വീട്ടിൽ ജീവിക്കണം. എന്നാൽ വീട്ടിൽ കയറ്റണമെങ്കിൽ പാപക്ഷമ മാത്രം പോരാ, പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ് ആവശ്യമാണ്. പാപം ക്ഷമിച്ചതിന് ശേഷം കഴുകൽ ആണ്. ഉടനെ തന്നെ പറയുകയാണ്,
പെട്ടെന്ന് അവനെ കുളിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവൻ്റെ വസ്ത്രമെല്ലാം മാറ്റുക, ഈ പന്നിക്കുട്ടി കിടന്നെല്ലാം മാറ്റട്ടെ, അവനൊരു പുതിയ ലൈഫ് കൊടുക്കുക, അവന് പുതിയ വസ്ത്രം കൊടുക്കുക, അവന് പുതിയ ചെരുപ്പ് കൊടുക്കുക, മോതിരം എടുത്ത് കൊടുക്കുക. അവൻ മകനാണെന്നുള്ളതിൻ്റെ സിമ്പലാണ് വാസ്തവത്തിൽ മോതിരം എന്ന് പറയുന്നത്. മോതിരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആഭരണം എന്നുള്ള നിലയിൽ മാത്രമല്ല അതിനെ കാണുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ സൈൻ ഓഫ് അതോറിറ്റി. നീ മകനാണ്. ഒന്നാമത്തെ കാര്യം, ഈ അതോറിറ്റി അവൻ്റെ മോതിരം അവൻ്റെ കയ്യിലില്ലെങ്കിൽ ഒരു വീട്ടിലെ ജോലിക്കാരന് വേണേൽ അവനെ തല്ലാം. ഈ മോതിരം അവൻ്റെ കയ്യിലില്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരന് വേണമെങ്കിൽ അവനെ തല്ലാം. കാര്യം ഇറങ്ങിപ്പോയ മകനേക്കാൾ വലുതാണ് അകത്ത് നിൽക്കുന്ന ദാസൻ. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം. പക്ഷേ ഇനി ദാസൻ എന്തെങ്കിലും പറഞ്ഞോളൂ വന്നു കഴിഞ്ഞാൽ ഉടനെയാണ് നോക്ക്, ഇറ്റ് ഷോസ് ദാറ്റ് ഐ ആം ഹിസ് സൺ. ഹല്ലേലൂയ. അതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ പാപം ക്ഷമിക്കുക മാത്രമല്ല, ക്ലെൻസിങ് ഉണ്ടാകണം. ക്ലെൻസിങ് ഉണ്ടാകണമെങ്കിൽ എന്താണ്? വിടുതൽ മാത്രം. അതായത് ക്ലെൻസിങ് എങ്ങനെയാണ്? ക്ലെൻസിങ് ഉണ്ടെങ്കിലേ അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതായത് പാപിയായിരിക്കുന്ന ഏത് മനുഷ്യനെയും അവൻ മാനസാന്തരപ്പെടുമ്പോൾ, അവൻ മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുമ്പോൾ, എൻ്റെ അപ്പനോട് ഞാൻ പാപക്ഷമയ്ക്കായിട്ട് അപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ, അവൻ പ്ലീഡ് ചെയ്യുമ്പോൾ, ഗാഡ് ഫോർഗിവ്സ് ഹിസ് സൺ. മറ്റെല്ലാം മറക്കുകയാണ്. പക്ഷേ അകത്തേക്ക് കടക്കണമെങ്കിൽ പഴയ ലൈഫ് ഊരി വെച്ച് വേണം പോകാൻ. പന്നിക്കുട്ടിലെ ജീവിതം അപ്പൻ്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഡ്രസ്സ് കളയണം, ആ ചെരുപ്പ് കളയണം, അവൻ്റെ പഴയ അവസ്ഥ കളയണം. ക്ലെൻസിങ്, ടോട്ടൽ ക്ലെൻസിങ് നടക്കണം. ആ ക്ലെൻസിങ് നടന്ന് അവൻ അകത്തേക്ക് പോകുമ്പോൾ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ അവൻ വേറൊരു ലോകത്തിലേക്ക് കയറുക. ഇനിയിപ്പോൾ അവൻ്റെ പുറകെ നടക്കാനോ അല്ലെങ്കിൽ അവനെ കളിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അവൻ ക്ലെൻസ്ഡ് ആണ്. അവനെ ആർക്കും കളിയാക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ അവനെ കണ്ടാൽ തന്നെ എന്താണ്, പഴയതിൻ്റെ ബാക്കി ഒരു ട്രേസും ഇല്ല. എന്നാൽ ക്ലെൻസ്ഡ് ആയാൽ മാത്രം പോരാ. അവിടെ കാണുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഇപ്പോൾ പിറ്റേ ദിവസം പിന്നെയും അവൻ ഗാമ്പിൾ ചെയ്യാനായിട്ട് പോയാലോ? പിറ്റേ ദിവസം പിന്നെ അവൻ ഗാമ്പിൾ ചെയ്യാൻ പോയി. അവൻ ഗാമ്പിൾ ചെയ്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ അകത്ത് കയറി, ഓഹ് എന്തൊരാശ്വാസം, എൻ്റെ അപ്പനല്ലെങ്കിലും എല്ലാ പാപവും ക്ഷമിക്കുന്ന കരുണയുള്ളൊരു അപ്പനാ. അതുകൊണ്ട് ഇനി ഞാൻ പോയി ഇനിയും എന്തെങ്കിലും കാണിച്ചാലും ക്ഷമിക്കും. രാവിലെ ഒന്ന് പോയേക്കാം, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വന്ന് പറയാം, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു. വൈകുന്നേരം പറയാം. എന്തിനാ നാളെ പിന്നെയും ഇത് ചെയ്യാൻ? പലരും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ല, ക്ലെൻസിങ് ആവശ്യമുണ്ട്. ക്ലെൻസിങ് മാത്രം പോരാ, അവനെന്ത് വേണം? പാപം മോചനം ആവശ്യമുണ്ട്. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കറിയാം. അത് പെട്ടെന്ന് ഞാൻ പറയും. ക്രിസ്തുവിനോട് എരുവാൻ സ്നാനമേറ്റവരായി നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ സ്നാനമേറ്റിരിക്കുന്നതെന്ന് അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചുവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. എന്നിട്ട് പറയുന്നത്, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്തിനാണ് സ്നാനമേൽക്കുന്നത്? സ്നാനത്തിൽ നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണ്? നാമും അവനോടുകൂടെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ക്രൂശിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചതാണെങ്കിൽ ഇനി പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം, അവിടെയാണ് പാപത്തിൽ നിന്നുള്ള മോചനമുണ്ടാകുന്നത്. ഇനി ഞാൻ അടിമപ്പെടുന്നില്ല, പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുമ്പോൾ മാത്രമാണ് പാപത്തിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകുന്നത്. കാര്യം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം ചെയ്ത ആരാ? പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടില്ലെങ്കിൽ അവൻ പിന്നെയും വലിഞ്ഞു കയറി, ക്രൂശിക്കപ്പെട്ടാൽ തന്നെ പറ്റുമെങ്കിൽ കയ്യോ കാലോ ജനലിനകത്തൂടെ കയറ്റിയിട്ടാണെങ്കിൽ സാക്ഷാ പൊളിക്കാൻ അവൻ നോക്കും. ഒരു കയ്യെങ്കിലും വലിച്ചു പൊളിച്ച് ഇല്ലേ? പക്ഷേ ഇവിടെ പറയാണ്, that old man is crucified. അതുകൊണ്ട്
നാം പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന് അതാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ്? പാപക്ഷമയ്ക്ക് വേണ്ടി മാത്രമല്ല, നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കാനാണ്. അല്ലാതെ കൃപയിലേക്ക് വീഴാനായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കാനല്ല. എന്തിനാണ്? ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കേണ്ടതിന്. 7-ാമത്തെ വാക്യത്തിൽ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മോചനം. അങ്ങനെ പാപത്തിന് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാപത്തിൽ നിന്ന്, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നുവോ? ഓരോരുത്തരും അവരോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പാപം ക്ഷമിക്കപ്പെട്ടു, പക്ഷേ എൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നുവോ? അല്ലെങ്കിൽ ഞാൻ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ ക്രൂശിച്ചിരിക്കുന്നുവോ? ഞാൻ മരിച്ചവനാണോ? അതായത് ഞാൻ എന്നെ തന്നെ ക്രൂശിച്ചിരിക്കുന്നുവോ? എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രൂശിച്ചിരിക്കുന്നുവോ? അങ്ങനെ ക്രൂശിച്ചിരിക്കുന്നുവെങ്കിൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ ശവക്കുഴിക്ക് ശേഷം നമ്മൾ മോചനം പ്രാപിക്കുന്നതല്ല ഇവിടുത്തെ കാര്യം. ഞാനൊരിക്കൽ കുറച്ച് യങ്സ്റ്റേഴ്സ് എൻ്റെ അടുത്ത്, സംടൈംസ് ഐ ഹാവ്, അങ്ങനെയുള്ള ഒത്തിരി ഗ്രൂപ്പ് എനിക്ക് ലോകത്തിലെല്ലായിടത്തും ഉണ്ട്. ഇന്ത്യയിൽ വെച്ചല്ല, മറ്റൊരു രാജ്യത്ത് വെച്ച് ഇങ്ങനത്തെ കുറച്ച് യങ്സ്റ്റേഴ്സ് അവർ എന്നോട് ചോദിച്ചു, സർ ദ തിങ് ഇസ്, ഞങ്ങൾക്ക് വി നീഡ് ടു ലിവ് എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്, പക്ഷേ പാപത്തിന് പലപ്പോഴും ഞങ്ങൾ അടിമപ്പെടുന്ന ഒരു സ്റ്റേജുണ്ട്. എന്ത് ചെയ്യണം? എങ്ങനെയാണ് നമുക്ക് വിജയകരമായി ജീവിക്കാൻ കഴിയുന്നത്? അപ്പോൾ യങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഞാൻ അവരോട് പറഞ്ഞു, വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്നാണ്. അപ്പം മരിച്ചു കഴിഞ്ഞാലേ ഞങ്ങൾക്ക് വിശുദ്ധമായി ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ല, എപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ ക്രൂശിൽ തറച്ച് അവനെ അടക്കുന്നുവോ, അവിടെ നിന്ന് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റുന്നത്. വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് നമ്മുടെ സെൽഫിൻ്റെ ശവക്കല്ലറയിൽ നിന്നാണ്, നമ്മുടെ സെമിട്രിയിൽ നിന്നാണ്. എൻ്റെ സ്വയത്തിൻ്റെ സെമിട്രിയിൽ നിന്ന് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? എനിക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ വാക്യം കൂടെ ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ നമ്മൾ അതാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തമാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന്. അപ്പോൾ ഇവിടെ വിടുതലാണ്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുതൽ. ഇരുട്ടിന് ഇനി എൻ്റെ മേൽ അധികാരമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇരുട്ടിന് ഇനി എൻ്റെ മേൽ അധികാരമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപക്ഷമ അത്യാവശ്യമാണ്. പാപത്തിൽ നിന്നുള്ള ക്ലെൻസിങ് ആവശ്യമുണ്ട്. പാപമോചനവും ആവശ്യമുണ്ട്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ആ പ്രക്രിയയിൽ നീ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ അറിയാതെ തന്നെ ചെയ്തു ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഞങ്ങളെ സ്നേഹിച്ചു. നിൻ്റെ സൃഷ്ടി തീർച്ചയായും നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. പക്ഷേ കർത്താവേ, സൃഷ്ടി ഞങ്ങളെ സ്നേഹിച്ചതല്ല. ഞങ്ങൾ നിന്നോട് അനുസരണമുള്ളവരായിരുന്നപ്പോൾ നീ ഞങ്ങളെ സ്നേഹിച്ചതല്ല. ഞങ്ങൾ മറുതലിച്ചപ്പോൾ വീണ്ടും നിൻ്റെ സ്നേഹം ആർദ്രതയോടുകൂടെ ഞങ്ങളിലേക്ക് നീ ഒഴുക്കി തന്ന നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നിൻ്റെ കരുണയുടെ മുഖം ഞങ്ങളവിടെ കാണുന്നു. സ്നേഹം കരുണയാകുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവേ, വീണ്ടും കർത്താവേ, നീ ഇറങ്ങി വന്നപ്പോൾ അത് കാരുണ്യം മാത്രമല്ല, അതിൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് ഇറങ്ങി വരികയാണല്ലോ. ആദാമിനെ തിരക്കി അവൻ പാപം ചെയ്ത രാത്രിയിലും ഇറങ്ങി വന്ന ദൈവമേ, നിൻ്റെ സ്നേഹത്തിനായി, നിൻ്റെ കരുണയ്ക്കായി, മഹാകരുണയ്ക്കായി ഇറങ്ങി വന്ന നിൻ്റെ മഹാകരുണയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അന്നു മുതൽ ഇന്നോളം കർത്താവെ, ഓരോ സമയത്തും പാപം ചെയ്ത മനുഷ്യരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന നിൻ്റെ മഹാകരുണ. എന്നാൽ യേശു കർത്താവ് ഇറങ്ങി വന്നപ്പോൾ എത്ര ത്യാഗപൂർണമായി അവൻ ഇറങ്ങി വന്നു എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, അവൻ ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അങ്ങനെ നീ ഇറങ്ങി വന്നപ്പോൾ ആ കാൽവറി ക്രൂശിൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം കാണുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, നീ ഇറങ്ങി വന്നത് ഞങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, നിൻ്റെ രക്തം കൊടുത്ത് ഞങ്ങളുടെ മോചനം നീ പ്രാപ്തമാക്കിയ നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഇനി പിശാചിന് ഞങ്ങളുടെ മേൽ അധികാരമില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ ലിസ്റ്റ്, ഞങ്ങൾ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് നീ ക്രൂശിൽ തറച്ച്
നിന്റെ രക്തം കൊണ്ട് അത് ഒപ്പിയെടുത്ത് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞുവല്ലോ. ഇനി പിശാചിനത് വായിക്കാൻ കഴിയില്ല. പിശാചിന് മാത്രമല്ല കർത്താവേ, നീ അത് വായിക്കത്തുമില്ല. നീ ഞങ്ങളോട് സകലവും ക്ഷമിച്ചിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എന്നാൽ ഞങ്ങൾക്ക് പാപക്ഷമ മാത്രം പോരാ, പാപത്തിനുള്ള കഴുകൽ വേണം കർത്താവേ. ഞങ്ങളുടെ കഴിഞ്ഞകാല പാപങ്ങളുടെ ഒരു ട്രേസും ഞങ്ങളിൽ ബാക്കി നിൽക്കാതെ വണ്ണം നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഞങ്ങളെ അങ്കി അലക്കി വെളുപ്പിക്കുവാൻ. ഗ്ലോറി ഹാലലൂയ. അങ്ങനെ കർത്താവെ ഞങ്ങൾ വിജയം നേടുന്നവരായിരിക്കുവാൻ തക്കോണം. പാപത്തിൽ നിന്നുള്ള ക്ഷമയും കർത്താവെ പാപത്തിൻ്റെ ക്ഷമ മാത്രമല്ല, പാപത്തിൻ്റെ ആ ട്രേസ് മാറ്റത്തക്ക രീതിയിലുള്ള ശുദ്ധീകരണവും അതിലുപരിയായി കർത്താവെ ഞങ്ങളുടെ പഴയ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ട് പാപത്തിൻ്റെ മേൽ വിജയം നേടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇവിടെ ഞങ്ങൾ പാപത്തിൻ്റെ ഇരയായി ജീവിക്കുവാനല്ല കർത്താവേ. ഹാലലൂയ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയുവാൻ. ഇന്നും കർത്താവെ ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നു, ഈ ജഡത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് ആര് ഞങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് കരയാനല്ല കർത്താവെ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ ഞങ്ങളെ ആര് വിടുവിക്കുമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല. പ്രത്യുത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് പറയുവാൻ, ആ ജയ ജീവിതം ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും നീ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.